ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോലാലംപൂർ എയർപോർട്ടിലാണ്, ഇന്റർനാഷണൽ എയർപോർട്ട്. പക്ഷെ നമ്മൾ മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആൾക്കാരല്ല, നമ്മൾ തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ഫുക്കറ്റ് ഫുക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇവിടെ ഒരു 7 മണിക്കൂർ ലേയോർ കിട്ടി. സോ ഇപ്പോൾ എയർപോർട്ടിൽ കൂടെ ഇങ്ങനെ തെക്ക് മടക്കം തെറ്റി തിരിഞ്ഞ് നടക്കുവാണ്. ഇനിയിപ്പോൾ ഒരു ലോഞ്ച് കണ്ടുപിടിക്കണം, ഫുഡ് കഴിക്കണം. സോ ഒരു 7 hours ഇവിടെ സ്പെൻഡ് ചെയ്ത് 2:30 അടുത്ത ഫ്ലൈറ്റ് ടു തായ്ലൻഡ്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടി. ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. സോ പോയി നോക്കണം. ബോർഡിങ് ചെയ്യണമെങ്കിൽ ബോർഡിങ് 1:50 കണ്ടുള്ളൂ. അപ്പോൾ ബോർഡിങ് ചെയ്തതിന് ശേഷമാണ് കിട്ടുള്ളൂങ്കിൽ നമ്മളിവിടെ പുറത്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കോസ്റ്റും പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. യെസ്, നമ്മൾ ഇവിടുത്തെ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. തായ്ലൻഡ് കറൻസിയിലോട്ടാണ്, തായ് ബാത്ത് കറൻസിയിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്. പക്ഷെ ഇവിടത്തേന് ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ടി വരാം എന്നാണ് തോന്നുന്നത്. ലെറ്റ് സീ. സോ നമുക്ക് ഇനിയുണ്ടൊരു 5 hours മോർ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിക്കാം. ഓക്കെ, സോ വെൽക്കം ടു മൈ തായ്ലാൻഡ് വ്ളോഗ്. അങ്ങനെ നമുക്ക് ലോഞ്ചിൽ ആക്സസ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. ഇവിടെ കുറച്ച് കേരള ടച്ച് ഫുഡ് കിട്ടും. പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, എന്നാലും ടേസ്റ്റിനൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇഡ്ഡലി ആണ് പറയാൻ പോകുന്നത്. ആൻഡ് അച്ചു ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുക. ലെറ്റ്സ് സീ. ക്വാണ്ടിറ്റി കുറച്ച് ഉള്ളൂ. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചെക്കിൻ ടൈമായി. സോ ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് അത് നോക്കണം, ചെക്കിൻ്റെ പ്രോസസ്സ് നോക്കണം. കോലാലംപൂർ എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഫുക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഫ്രം കോലാലംപൂർ ടു ഫുക്കറ്റ്. എത്ര? 30. ബാക്ക് സൈഡോ? പുക തന്നെ. തായ്ലൻഡിലെ 2nd ഡേ ആണ്. കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ആൻഡ് 7:45 നമുക്ക് ക്യാബ് വരും നേരെ ടു ഫിഫി ഐലൻഡ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. Sometimes you lost the way.
Now, or you have any problem, you can call to this number. Now, every time we have to let you know. Now, where we go. Everybody. ഫുക്കറ്റ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് Come in Phuket first time? First time. First time, yeah. Come. Honeymoon? ഹണിമൂൺ. Yep. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫുക്കറ്റ് സിറ്റി ടൂറിലേക്കാണ്. കാരോൺ വ്യൂ പോയിന്റ്, പിന്നെ ടൈഗർ പാർക്ക്, ജെംസ് ഗാലറി, പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ ഒരു ലൊക്കേഷനും കൂടെ വാട്സലോൺ. Yeah. സോ Viewpoint, Tiger Park, Wat Chalong, On Town, James Jewelry. And you want Okay. extra program up to you. Oh. Set for you. Separated Yeah, separate up to you. if you want. ഓക്കെ, അപ്പോൾ നമ്മുടെ 6 hours ni up to you. You want go? You talk me. Jackie. ജാക്കി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇന്ന് നമ്മളെ സിറ്റി ടൂർ My friend, you good luck na. കൊണ്ടുപോകാൻ My wife പോകുന്നത്. beautiful. Oh. ഞാൻ ഭംഗിയുണ്ടെന്നല്ലേ പറഞ്ഞു. My boy is also handsome. Jackie bro. Hi bro, say hi. Hi. Welcome to Thailand. Welcome to Phuket. Smart Jackie. അങ്ങനെ ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ പോവാണ്. മാംഗോ സ്റ്റിക്കി റൈസ്. നാളായിട്ട് വിചാരിച്ചു ആ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്ന്. സോ ഇന്നിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഫുൾ മാംഗോ ഇടുന്നുണ്ട്.
മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? എന്നാലും വെറൈറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെയുണ്ട്? നല്ലതാണോ ചീത്തയാണെന്ന് പറഞ്ഞു? മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് മനസ്സിൽ വിചാരിച്ചങ്ങ് കഴിക്കുക. അതെ. ഓ, അങ്ങനെ 3 ദിവസത്തെ ഫുക്കറ്റ് യാത്ര കഴിഞ്ഞ് ഞാനും അച്ഛനും തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കയറുവാണ്. അപ്പോൾ ഈ ഒരു ജേണി നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് ലിയോ ഇവൻറ്റ്സ് ആൻഡ് ട്രാവൽസ് ആണ്. ഇത് ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ബൈ.